ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഈസ്റ്റർ, ഇഷ്താർ ദേവി, പുഷ്കലത, ലൈംഗികത എന്നിവയുടെ ദേവിയായ ഇഷ്താർ ആണ് ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ആക്കിയതെന്ന് നമ്മൾ സമൂഹമാധ്യമങ്ങളിലും അതിനു മുൻപും പ്രചരിക്കുന്നുണ്ട്. ശുദ്ധ നുണയും തട്ടിപ്പുമാണിത്. പുഷ്കലത, ഫെർട്ടിലിറ്റി, ലൈംഗികത, സെക്സ്, ഇവയുടെ ദേവിയാണ് ഇഷ്താർ ദേവി എന്നും ആ ഇഷ്താർ ദേവിയെ ക്രിസ്ത്യാനികൾ മാമോദിസമയ്ക്ക് ഈസ്റ്റർ ആക്കി എന്നുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഇത് ശുദ്ധ നുണയും തട്ടിപ്പുമാണ്. സമൂഹ മാധ്യമങ്ങൾ പ്രചാരത്തിലായതോടെ ഈ തട്ടിപ്പും വളരെ വ്യാപകമായി. ഇന്ന് നമുക്കതങ്ങ് തിരുത്താം, സത്യമെന്തെന്ന് പ്രചരിപ്പിക്കാം. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ പരമാവധി ആളുകളിലേക്ക് പ്രചരിപ്പിച്ചാൽ അത് വലിയ സുവിശേഷ വൽക്കരണമായിരിക്കും. ഈ ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുന്ന വലിയ സുവിശേഷ വൽക്കരണമായിരിക്കും. ആദ്യം എന്താണ് ഈ ഈസ്റ്റർ അല്ലെങ്കിൽ ഇഷ്താർ ദേവി, ഇങ്ങനെയുള്ള ബന്ധം പ്രചരിപ്പിക്കാനായിട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരും യുക്തിവാദികൾ, നിരീശ്വരന്മാർ അവരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൻ്റെ പുറകിലുള്ള സംഗതികളെന്നും നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. വാസ്തവത്തിൽ രണ്ട് തരത്തിലാണ് അത് പ്രചരിപ്പിക്കുന്നത്. രണ്ട് കാരണങ്ങൾ വെച്ചിട്ടാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാരണം പറയുന്നത് ജർമ്മനിയിലെ ഒരു ദേവിയുടെ പേരായിരുന്നു ഇസ്ത്ര അഥവാ ഉസ്ത്ര. സ്പെല്ലിങ് ഞാൻ പറയാം, ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ സ്പെല്ലിംഗ് എല്ലാം കൊടുക്കാം. EOSTRE, EOSTRE, ഇസ്ത്ര എന്നോ ഉസ്ത്ര എന്നോ ഉച്ചരിക്കും. ഒരു ആംഗ്ലോ സാക്സൺ വാക്കാണിത്. അതായത് ഇംഗ്ലീഷ് ഉണ്ടാകുന്നതിന് മുൻപ്, ഇപ്പോഴത്തെ മോഡേൺ ഇംഗ്ലീഷ് ഉണ്ടാകുന്നതിന് മുമ്പ് ഓൾഡ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ആ ഓൾഡ് ഇംഗ്ലീഷ് ഉത്ഭവിക്കുന്നത് ആംഗ്ലോ സാക്സൺ ഭാഷയിൽ നിന്നാണ്. ആ ഭാഷയിലൊരു വാക്കാണ് വാസ്തവത്തിൽ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര. അത് തന്നെയാണ് ജർമ്മൻ ഭാഷയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉസ്ത്ര അല്ലെങ്കിൽ ഇസ്ത്ര എന്ന് പറയുന്ന ദേവി ഇഷ്താർ ദേവിയായി അറിയപ്പെട്ടിരുന്നുവത്രേ. ഇതാണ് അവരുടെ ഒരു വാദം. അപ്പം അവർ പറയുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന, ഈ സമൂഹ മാധ്യമം പ്രചരിപ്പിക്കുന്ന ആ വാചകം ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് അതിലത്തെ ഓരോ കാര്യങ്ങളും പരിശോധിക്കാം. ഇതാണ് ഇഷ്താർ, അതിനെയാണ് ഈസ്റ്റർ എന്ന് ഉച്ചരിക്കുന്നത്. ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ ചില ക്രിസ്ത്യാനികളും യുക്തിവാദികളും നിരീശ്വരനും പ്രചരിപ്പിക്കുന്നത്. ഇതാണ് ഇഷ്താർ, അതിന് ഈസ്റ്റർ എന്നാണ് ഉച്ചരിക്കുന്നത്. ഇഷ്താർ, ISHTAR, ഇഷ്താർ, അതിനെ ഈസ്റ്റർ എന്നാണ് ഉച്ചരിക്കുന്നത്. ഈസ്റ്ററിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്കറിയാം. അവരുടെ വാചകം ഞാൻ ബാക്കിയുള്ള വാചകങ്ങൾ വായിക്കുകയാണ്. അസീറിയ, ബാബിലോണിയ എന്നിവിടങ്ങളിൽ പുഷ്കലതയുടെയും ലൈംഗികതയുടെയും ദേവിയായിരുന്ന ഇഷ്താർ ദേവിയുടെ ഉത്സവമായിരുന്നു മൗലികമായി ഈസ്റ്റർ. ഇഷ്താർ ദേവിയുടെ ഉത്സവം ഈസ്റ്റർ. അവളുടെ പ്രതീകങ്ങളായി ചിത്രീകരിച്ചിരുന്നത് മുട്ടയും മുയൽക്കുഞ്ഞുമാണ്. അത് പുഷ്കലതയുടെയും ഫെർട്ടിലിറ്റി, പിന്നെ സെക്സിൻ്റെയും ചിഹ്നങ്ങളായിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ ക്രൈസ്തവവൽക്കരിച്ചപ്പോൾ ഇഷ്താർ ദേവിയുടെ ഈസ്റ്റർ ഉത്സവം യേശുവിൻ്റെ ഉയർപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഉത്സവമായിട്ട് മാറ്റി. ആ ഇഷ്താർ ദേവിയുടെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിരുന്ന മുട്ടയും പിന്നെ മുയൽക്കുഞ്ഞും ഈസ്റ്ററിൻ്റെ പ്രതീകങ്ങളായി മാറി. എന്നാൽ വേരുകൾ തേടിപ്പോയാൽ ഈസ്റ്റർ എന്ന് നിങ്ങൾ വിളിക്കുന്നത് വാസ്തവത്തിൽ ഇഷ്താർ ആണ്
വിജാതിയരുടെ ദേവി. ഇതാണ് ആരോപണം, കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള ആരോപണം. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, ജർമ്മനിയിലെ ദേവിയുടെ പേരാണ് ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര. അത് അസീറിയ, ബാബിലോണിയ എന്നിവിടങ്ങളിലെ പുഷ്കലതയുടെയും സെക്സിൻ്റെയും ദേവിയായിരുന്ന ഇഷ്താർ തന്നെയാണ്. അതുതന്നെയാണ് ഈസ്റ്ററിൽ ആഘോഷിക്കുന്നത്. ഇതാണ് രക്തചുരുക്കം. ഇഷ്താർ ദേവിയുടെ പ്രതീകങ്ങൾ മുട്ടയും മുയൽക്കുഞ്ഞുമാണ് ഈസ്റ്ററിനും ഉപയോഗിക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇതിനെല്ലാം കാരണം പറയുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ ക്രൈസ്തവവൽക്കരിച്ചപ്പോൾ ഈ വിജാതീയ ദേവി അങ്ങനെ തന്നെ രൂപാന്തരപ്പെടുത്തി യേശുക്രിസ്തുവായിട്ട് മാറ്റുകയായിരുന്നു എന്നാണ്. ഈ പ്രസ്താവത്തിൽ ഓരോ കാര്യവും നമുക്ക് പരിശോധിക്കാം. ഓരോ സംഗതിയും പക്ക നുണയാണ് എന്ന കാര്യം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യാം. നമ്മളിത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിന് ഒരു കാരണം പറയാം. നമുക്കിത് ഇഗ്നോർ ചെയ്യാമെന്ന് ചിലപ്പോൾ വിചാരിക്കാം. ഇതങ്ങ് നമ്മൾ അവഗണിച്ചാൽ പോരെ. അവഗണിച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതേക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ അത് വിശ്വസിക്കും. രണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ട് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 21-ാം വാക്യം, എല്ലാം ശോധന ചെയ്ത് നല്ലത് മാത്രം സ്വീകരിക്കണം. എല്ലാം പരിശോധിച്ച് നല്ലത് മാത്രം സ്വീകരിക്കണം. അപ്പം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നല്ലതാണെങ്കിൽ സ്വീകരിക്കാവൂ. കേട്ട പാടെ സ്വീകരിക്കാൻ, പ്രത്യേകിച്ചും ന്യൂസായിട്ട് വരുന്നതോ സമൂഹ മാധ്യമം വരുന്നതോ TV ന്യൂസായിട്ട് വരുന്നതോ അച്ചടിച്ച് വരുന്നത്, മുദ്രണം ചെയ്ത് വരുന്നതൊക്കെ വിശ്വസിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. ആ പ്രവണതയുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ ഇതാണ് സത്യം എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഇഷ്താർ ദേവിയുടെ ഒരു ചിഹ്നവും അതിനകത്തുള്ളൊരു റൈറ്റിങ്ങും ഞാൻ പറ്റിയാൽ ഇതിൻ്റെ തമ്പനയിലിനകത്ത് ഇടാം. എത്രമാത്രം വ്യക്തമായിട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പരിശ്രമിക്കാം. നമുക്ക് ഇവർ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളിലെ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് തേടി പോകാം. ഒന്ന്, ഇസ്ത്ര, ഈസ്റ്റർ, ഇഷ്താർ. ഇസ്ത്ര, ഈസ്റ്റർ, ഇഷ്താർ. ഇവ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് വാദത്തിന് വേണ്ടി തന്നെ അംഗീകരിക്കുക. ഇവർ പറയുന്ന പോലെ ഇസ്ത്ര ദേവി ജർമ്മനിയിലെ, ഇഷ്താർ ദേവി അസീറിയ അല്ലെങ്കിൽ ബാബിലോണിയിലെ, പിന്നെ നമ്മുടെ ഈസ്റ്റർ, ഈ മൂന്നും തമ്മിൽ അവർ പറയുന്ന രണ്ട് സംഗതികൾ ഇസ്ത്ര ദേവിയും ഇഷ്താർ ദേവിയും. ഇസ്ത്ര ദേവിയും ഇഷ്താർ ദേവിയും, ആ രണ്ട് ദേവിമാർ തമ്മിൽ ഈസ്റ്ററിന് ബന്ധമുണ്ട് എന്ന് അവർ പറയുന്ന ആർഗ്യുമെന്റ് നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെ, വാദത്തിന് വേണ്ടി അംഗീകരിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, പുഷ്കലത, ഫെർട്ടിലിറ്റിയുടെയും ലൈംഗികതയുടെയും ആഘോഷമാണല്ലോ ഇവർ പറയുന്നത്. ഇസ്ത്രയുടെയും ഇഷ്താറിൻ്റെയും നമ്മൾ ആഘോഷിക്കുന്ന ഈസ്റ്റർ അതാണോ? ആ വാക്ക് ഇഷ്താർ ദേവിയും അല്ലെങ്കിൽ ഇസ്ത്ര ദേവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈസ്റ്റർ എന്ന വാക്ക് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ആ ഇഷ്താർ ദേവിയുടെയും ഇസ്ത്ര ദേവിയുടെയും ഒക്കെ ഉത്സവമായിരുന്നു ഈസ്റ്റർ എന്നും വിചാരിക്കുക. ആ ഇസ്ത്ര ദേവി എന്തിൻ്റെയാണ്? പുഷ്കലത, സെക്സ്, അതിൻ്റെ ദേവിയാണ്. ഇഷ്താർ ദേവിയും അവരുടെ വീക്ഷണത്തിൽ ഈ ഫെർട്ടിലിറ്റിയുടെയും പുഷ്കലത പിന്നെ സെക്സിൻ്റെയും ദേവിയാണ്. ആ ദേവിമാരുടെ ഉത്സവമാണോ നമ്മൾ ഈസ്റ്റർ എന്ന വാക്കുകൊണ്ട് ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത്? ആണോ? സെക്സിനെ ആഘോഷിക്കാനും പുഷ്കലതയെ, ഫെർട്ടിലിറ്റിയെ നമ്മൾ തീണ്ടാരി കല്യാണം എന്നൊക്കെ പറയില്ലേ, കുട്ടിക്കല്യാണം, തീണ്ടാരി കല്യാണം, അതൊക്കെയാണോ ഈസ്റ്ററിന് നമ്മൾ ആഘോഷിക്കുന്നത്? ക്രിസ്ത്യാനികളെ ഈസ്റ്റർ അതല്ലല്ലോ. അപ്പം ഇനി ആ വാക്ക് അവിടെ നിന്ന് വന്നെന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും, അവിടെ നിന്നല്ലെന്നുള്ള കാര്യം ഞാൻ തെളിയിക്കാൻ പോവാണ്. വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഞാൻ പറയുന്ന അവർ പറയുന്ന ദേവിയുടെ ഉത്സവമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ലല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തതിൻ്റെ ആഘോഷമാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പം അതിനാൽ ഈ വാക്ക് അവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ആ ദേവിയുമായിട്ട് ബന്ധമുണ്ടെന്നും വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ആ ദേവിയുടെ ബന്ധവുമായിട്ടുള്ള യാതൊന്നും തന്നെ ക്രിസ്ത്യാനികളുടെ ഈസ്റ്ററിനകത്തില്ല. അതുകൊണ്ട് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും നമുക്ക് പ്രശ്നമുള്ളതല്ല. എല്ലാ കത്തോലിക്കർക്കും അറിയാം എന്താണ് ഈ ഈസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യർക്കും അറിയാം. ഈസ്റ്റർ എന്ന വാക്കുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്നുള്ള
ആ സത്യം ലോകത്തോട് പ്രഘോഷിക്കുന്ന ആഘോഷിക്കുന്ന ആ ദിവസമാണ്. അത് ക്രിസ്ത്യാനികൾക്കറിയാം, കത്തോലിക്കർക്ക് നന്നായിട്ട് അറിയാം, ലോകത്തിൽ മുഴുവൻ അറിയാം. മാത്രമല്ല, ഇന്നേ ദിവസം ഏകദേശം 200 കോടി ആളുകളാണ്, 200 കോടി ക്രിസ്ത്യാനികളാണ്, വിവിധ ക്രിസ്ത്യാനികൾക്ക് പുറത്ത് വേറെ ഉണ്ടാകാം, ഏത് ദൈവത്തിൽ അത്ര വിശ്വാസമില്ലാത്തവർ പോലും പള്ളിയിൽ പോവുകയും ഈ ഈസ്റ്റർ ആചരിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനാൽ 200 കോടി 700 കോടി ആളുകൾ ഉള്ളതിൽ 200 കോടി, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും അറിയാം ഇതെന്താണ്, ഈ തിരുനാൾ എന്താണെന്നുള്ള കാര്യം അവർക്ക് അറിയാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ഒക്കെ അറിയാം. ചില മുസ്ലിംസ് എല്ലാം കർത്താവിൻ്റെ മരണവും ഉയർപ്പും നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തിരുനാൾ എന്തിനാണ് ക്രിസ്ത്യാനികൾ ആചരിക്കുന്നതെന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ പണ്ട് ഇത് എന്തായിരുന്നു എന്ന കാര്യം വേണമെങ്കിൽ നമുക്ക് വിട്ടുകളയാം. പക്ഷെ പ്രശ്നം അവിടെ തീരുന്നില്ലല്ലോ. പ്രശ്നം തീരുന്നില്ല. എന്താ കാര്യം? ഇവര് എന്തിനാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ നുണ പ്രചരിപ്പിക്കണേ? കത്തോലിക്ക സഭയെ അടിക്കാനായിട്ട് കിട്ടുന്ന വടികളൊക്കെ ഉപയോഗിക്കുക. അത് ബലമുള്ള വടിയാണെങ്കിലും ബലമില്ലാത്ത വടിയാണെങ്കിലും കത്തോലിക്ക സഭയെ എങ്ങനെയൊക്കെ അടിക്കാമോ അതിനുള്ള ഇങ്ങനെ എന്താ പറയുക പഴുതുകൾ നോക്കി നടക്കുകയാണ് ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ. യുക്തിയില്ലാത്തവരും നിരീശ്വരന്മാരെന്ന് പറയുന്ന ഇല്ലേ, അവർ ശരിക്കും നിരീശ്വരവാദികളൊന്നും അല്ല. അവരാണ് ദൈവം എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചില ക്രൈസ്തവ മതമൗലികവാദികളുണ്ട്, പെന്തക്കോസ്ത് ദൈവസഭക്കാർ, പിന്നെ യഹോവ സാക്ഷികൾ. ഞാൻ പറയുന്ന അവരുടെ നല്ല കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർ കത്തോലിക്ക സഭയെ ആക്രമിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ നിരീശ്വരന്മാർ, യുക്തിവാദികൾ, പിന്നെ മതമൗലികവാദികൾ അവർ കത്തോലിക്ക സഭയെ അടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ അടി ഏൽക്കില്ല, കത്തോലിക്കർക്ക് ഏൽക്കില്ല, കത്തോലിക്ക സഭയ്ക്ക് ഏൽക്കില്ല എന്ന് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. കാരണം ഇവർ പറയുന്നതിനകത്ത് സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ല. അതാണ് നമ്മൾ പറയാൻ വരുന്നത്. ലോകത്തെ സകല ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ലോകത്തെ ചരിത്ര പുസ്തകങ്ങളും നിങ്ങൾ പറയുന്ന ഇവർ പറയുന്ന ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര എന്ന് പറയുന്ന ദേവിയെക്കുറിച്ച് ആകെ കൂടി ഒരേ ഒരു രേഖയെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ലോകത്തെ സകല ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ആ പരിശോധിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു രേഖ, ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര എന്ന് പറയുന്ന ഒരു ദേവിയെക്കുറിച്ചുള്ള ഒരേ ഒരു രേഖ, അത് ഇംഗ്ലണ്ടിലെ 8-ാം നൂറ്റാണ്ടിൽ വിശുദ്ധനായിരുന്ന വിശുദ്ധ ബീഡ്, അദ്ദേഹം വിശുദ്ധനാണ്. ആ ബീഡിൻ്റെ ബീഡ് 725 ക്രിസ്തുവർഷം 725 ബി സി അല്ല ക്രിസ്തുവർഷം 725 വിശുദ്ധ ബീഡ് ദ റെക്കണിംഗ് ഓഫ് ടൈം എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വായിക്കുകയാണ്. യുസ്ത്രമൊനാദ് EOSTURMONATH യുസ്തറമൊനാദ് എന്ന വാക്കിനെ ഇപ്പോൾ ഭാഷപ്പെടുത്തുന്നത് പെസഹ മാസം എന്നാണ്. പണ്ട് ഉസ്ത്ര EOSTRE എന്നറിയപ്പെട്ടിരുന്ന ദേവിയുടെ പേരുമായി ബന്ധപ്പെട്ടായിരുന്നു അത്. അവരുടെ ഓർമ്മയ്ക്കായി ആ മാസം വണക്കമാസമായി ആചരിച്ചിരുന്നു. ഇപ്പോൾ അത് പെസഹ കാലമായി. ആ പഴയ ആചാരം പുതിയ ലിറ്റർജിയുടെ ആനന്ദത്തിന് വഴിമാറിക്കൊടുത്തു. ഇതാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വായിക്കുക. വിശുദ്ധ ബീഡ് ദ റെക്കണിംഗ് ഓഫ് ടൈം എന്ന ഗ്രന്ഥത്തിൽ ക്രിസ്തുവർഷം 725 എഴുതി. യുസ്തറമൊനാദ് എന്ന വാക്കിനെ ഇപ്പോൾ ഭാഷപ്പെടുത്തുന്നത് പെസഹ മാസം എന്നാണ്. പണ്ട് ഉസ്ത്ര EOSTRE എന്നറിയപ്പെട്ടിരുന്ന ദേവിയുടെ പേരുമായി ബന്ധപ്പെട്ടതായിരുന്നു അത്. അവരുടെ ഓർമ്മയ്ക്കായി ആ മാസം വണക്കമാസമായി ആചരിച്ചിരുന്നു. ഇപ്പോൾ അത് പെസഹ കാലമായി. പഴയ ആചാരം പുതിയ ലിറ്റർജിയുടെ ആനന്ദത്തിന് വഴിമാറിക്കൊടുത്തു. അതെ, ഇതാണത്. എന്ത്? വെറും ഒരു നാടോടി കഥ. വിശുദ്ധ ബീഡ് എഴുതിയിരിക്കുന്നത് ഒരു നാടോടി കഥയാണ്. നാം ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര എന്ന് വിളിക്കുന്നതിനെ കുറിച്ചുള്ള സകല സംഗതിയും ഈ ചെറുവാക്യത്തിലുണ്ട്.
ചെറുവാക്യത്തിലുണ്ടെന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഈ ഒരു സംഗതിയേ ഉള്ളൂ. വേറൊരു രേഖയും ഈ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര എന്ന ദേവിയെക്കുറിച്ച് ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഇദ്ദേഹം ഇംഗ്ലണ്ടിലാണ്. പക്ഷെ ഇംഗ്ലണ്ടിലേക്ക് ജർമ്മനിയിൽ നിന്ന് കുടിയേറി പാർത്ത കുറേ പേരുണ്ടായിരുന്നു. അവരാണ് ഈ ആംഗ്ലോ സാക്സൺ ഭാഷ ജർമ്മനിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ ജർമ്മനിയിലെ പാരമ്പര്യത്തിനെ അടിസ്ഥാനമാക്കി ആയിരിക്കാം ഇദ്ദേഹം പറയുന്നത് ഈ ആംഗ്ലോ സാക്സൺ കുടിയേറ്റക്കാർ കൊണ്ടുവന്ന ഒരു പാരമ്പര്യം ആയിരിക്കാം. പക്ഷേ വിശുദ്ധ ബീഡിന് അബദ്ധം പിണഞ്ഞിരിക്കാൻ വളരെ സാധ്യതയുണ്ട്. അതിന് കാരണം പറയാം. ഒന്ന്, ജർമ്മനിയിൽ ഒന്നും തന്നെ ഇതുവരെ ഇങ്ങനെ ദേവിയെക്കുറിച്ച് ഒരു മിത്തോളജി പോലുമില്ല, ഒരു പുരാണം പോലുമില്ല, ഒരു ഐതിഹ്യമോ മിത്തോ ഇന്ന് വരെ ജർമ്മനിയിൽ ഈ ദേവിയെക്കുറിച്ച് കണ്ടുകിട്ടിയില്ല. ഒരു പുരാണമില്ല, ഒരു മിത്തില്ല, കഥയില്ല, ക്ഷേത്രങ്ങളില്ല. അപ്പൊ ജർമ്മനിയിൽ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര എന്ന് പറഞ്ഞ ഒരു ദേവി ഉണ്ടായിരുന്നുവെന്നും ആ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവിയെ ക്രൈസ്തവവൽക്കരിച്ച് ഈസ്റ്റർ ആക്കിയതാണെന്നുമുള്ള ഈ യുക്തിവാദികളുടെയും നിരീശ്വരന്മാരുടെയും അകത്തോലിക്കലായിട്ടുള്ള മതമൗലികവാദികളുടെയും ആരോപണത്തിന് ഒരു തെളിവ് പോലുമില്ല. ഈ വിശുദ്ധ ബീഡ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ അതിന് മറ്റൊരു തെളിവില്ല. ജർമ്മനിയിൽ അങ്ങനെ ഈ ദേവിയെക്കുറിച്ച് ഒരു പുരാണമില്ല, ഒരു മിത്തില്ല, ഒരു ക്ഷേത്രമില്ല, മറ്റൊരു രേഖയും കിട്ടിയിട്ടില്ല. തീർന്നില്ല. ഈ ദേവി വണങ്ങിയിരുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുടെ പേര് ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ബീഡിന് എങ്ങനെ കിട്ടിയത്? ഈ കുടിയേറി പാർത്ത, ഈ ജർമ്മനിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർത്ത ഏതെങ്കിലും ഒരു ഗ്രാമത്തില് ഒരു കുടുംബത്തിന്റെ ക്ഷേത്രം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ പരദേവത എന്നൊക്കെ പറയില്ലോ. നമ്മുടെ നാട്ടിൽ ഒരു കുടുംബത്തെ ഭരിക്കുന്ന ദേവത, അതാണ് പരദേവത. പരദേവത എന്ന് വെച്ചാൽ ഒരു ഓരോ കുടുംബത്തിന് ദേവന്മാര്, ആ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ജർമ്മനിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിപ്പേർത്ത ആംഗ്ലോ സാക്സൺ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിലെയോ ഏതെങ്കിലും ചെറിയൊരു പ്രദേശത്തിലെ ഒരു ഗ്രാമത്തിലെയോ പരദേവത, ഒരു ചെറിയ പ്രദേശത്തെ പരദേവത ആയിരുന്നിരിക്കാം ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവി. അങ്ങനെ ചെറിയൊരു ഗ്രാമത്തിലോ ചെറിയൊരു കുടുംബത്തിൻ്റെയോ ദേവിയായിരുന്ന ഇസ്ത്ര ദേവിയെ അല്ലെങ്കിൽ ഉസ്ത്ര ദേവിയെ ലോകം മുഴുവൻ ആചരിക്കുന്ന ക്രിസ്തുവിന്റെ ഈസ്റ്റർ ആയിട്ട് രൂപാന്തരപ്പെടുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുകയോ? കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ചിന്തിക്കുമായിരുന്നോ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു മൂലയിൽ കിടക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു ദേവി സങ്കല്പം ആഗോളമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന, റോമാ സാമ്രാജ്യത്തിലും പേർഷ്യ സാമ്രാജ്യത്തിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായിട്ട് അതിനെ സമന്വയിപ്പിക്കുകയും ഒന്നാക്കേണ്ട കാര്യം ഉണ്ടാകുമോ? 1% പോലും ഉണ്ടാകുമോ? ഇല്ല. വളരെ പ്രസിദ്ധരായ ദേവനോ ദേവിയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു വാദത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അംഗീകരിക്കാമായിരുന്നു. ഇത് വെറും ഒരു ചെറിയ ഗോത്രത്തിന്റെയോ ഒരു ആദിവാസി സമൂഹത്തിന്റെയോ ചെറിയൊരു പ്രദേശത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെയോ പരദേവത ആയിരുന്നിരിക്കാനേ സാധ്യതയുള്ളൂ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിന് കാരണം ഈ വിശുദ്ധ ബീഡ് ഇങ്ങനെ എഴുതി എന്നതുകൊണ്ടാണ്. അത് ഈ കുടിയേറി പാർത്തവരിൽ നിന്ന് കിട്ടിയ ഒരു വിവരമായിരിക്കാനാണ് സാധ്യത. കാരണം ജർമ്മനിയിൽ ഇങ്ങനെ ഒരു പുരാണമില്ല, ഒരു മിത്തില്ല, ഒരു ഗ്രന്ഥങ്ങളില്ല, ക്ഷേത്രമില്ല. അങ്ങനെ ഈ ഏതെങ്കിലും സ്ഥലവുമായി ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഒരു രേഖയുമില്ലാതെയാണ് ഈ ഇസ്ത്ര ദേവി അല്ലെങ്കിൽ ഉസ്ത്ര ദേവിയാണ് ഈസ്റ്റർ ആക്കി മാറ്റിയതെന്ന് ഇവര് പ്രചരിപ്പിക്കുന്നത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് തെളിവാണത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പരിശോധിച്ചോളൂ. ഇനി ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഈ ജർമ്മനിയിലെ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവി അസീറിയയിലെയും ബാബിലോണിയയിലെയും ഇഷ്താർ ദേവി തന്നെയാണ്. അതാണ് രണ്ടാമത്തെ ആർഗ്യുമെന്റ്. അതായത് ജർമ്മനിയിലെ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര എന്ന് പറയുന്ന ദേവി, ആ ദേവി ദേവിയുടെ പാരമ്പര്യം ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർത്തവരെ കൊണ്ടുവന്നപ്പോൾ ഇംഗ്ലണ്ടിലും വന്നു.
ദേവി തന്നെയാണ് ഇംഗ്ലീഷുകാർ പറയുന്ന ഈ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവി, ജർമ്മൻകാർ പറയുന്ന ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവി, ആ ദേവി തന്നെയാണ് അസീറിയയിലെയും ബാബിലോണിയയിലെയും ഇഷ്താർ ദേവി. അങ്ങനെ ഈ രണ്ട് ദേവിമാരും ഇവരങ്ങട് ഒന്നാക്കി. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ ബിരുദന്മാരുണ്ടല്ലോ, ഈ യുക്തിവാദികള്, ഒരു യുക്തിയില്ലെന്ന് ഓർക്കണേ. ഞങ്ങൾ യുക്തി ഉണ്ടെങ്കിൽ വിശ്വസിക്കുന്ന പറയുന്നവരിൽ ഒരു യുക്തിയെങ്കിലും കാണണ്ടേ? നിരീശ്വരന്മാർക്ക് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? ഈ കത്തോലിക്ക സഭയെ ആക്രമിക്കുന്ന ഈ മതമൗലികവാദികൾക്ക് ഇല്ലേ ഇങ്ങനെ കൂട്ടിക്കെട്ടാനായിട്ട് ഒരു ഒളിപ്പ് തോന്നണില്ലേ? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങനെ ഈ കൂട്ടിക്കെട്ടുന്നത്? എന്താ അങ്ങനെ ഞാൻ പറയണ കാരണം എന്താണ്? ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. ഞാനൊന്ന് പറയാണ്. BC 3000 BC, ക്രിസ്തു ജനിക്കുന്നതിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് സുമേരിയ സാമ്രാജ്യത്തില് ഇനാന്ന എന്നുകൊണ്ട് ദേവി ഉണ്ടായിരുന്നു. ഇനാന്ന, അത് സുമേരിയക്കാരുടെ ദേവിയാണ്. പിന്നീട് ഒരു 12,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു 1500 വർഷം കഴിഞ്ഞപ്പോൾ അസീറിയക്കാർക്ക് പ്രാമാണ്യം വന്നു. ഒന്നാം അസീറിയൻ സാമ്രാജ്യം അത് ക്ഷയിച്ചു പോയി. പിന്നെ വീണ്ടും നിയോ അസീറിയൻ എംപയർ വന്നു. അത് ക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് ഒരു 800 ചില്ലാനം വർഷങ്ങൾക്ക് മുൻപ് ഒരു 10-200 വർഷത്തോളം ഈ അസീറിയക്കാരുടെ മേൽക്കോയ്മയായിരുന്നു. BC 800-കളിൽ 800-700 BC 629 ബാബിലോണിയക്കാര് അസീറിയക്കാരെ ആക്രമിച്ചു. അതൊരു നീണ്ട യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ അസീറിയക്കാർ തോറ്റു. ബാബിലോണിയക്കാര് അവിടെ കയറി. ഈ അസീറിയക്കാർക്ക് ഒരു ദേവി ഉണ്ടായിരുന്നു, ബാബിലോണിയക്കാർക്ക് ഒരു ദേവി ഉണ്ടായിരുന്നു, ഇഷ്താർ. സുമേരിയക്കാരുടെ ദേവി ഇനാന്ന. അതൊരു 12,000 വർഷം കഴിഞ്ഞപ്പോൾ ആ സുമേരിയൻ സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. പിന്നെ വന്ന സംസ്കാരമാണ് അസീറിയൻ സംസ്കാരം. അവർക്ക് ഇഷ്താർ എന്ന് പറഞ്ഞ ദേവിയുണ്ട്. ബാബിലോണിയക്കാർക്കും ഇഷ്താർ എന്ന ദേവിയുണ്ട്. പക്ഷേ ഈ ബാബിലോണിയക്കാര്, ഈ അസീറിയക്കാര്, ബാബിലോണിയക്കാര്, അസീറിയക്കാര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 800-കളും BC 800-കളും 700-കളുമാണ് അവരുടെ മേൽക്കോയ്മ. BC 629 ബാബിലോണിയക്കാർ അസീറിയക്കാരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ ഈ അസീറിയക്കാർക്കും ബാബിലോണിയക്കാർക്കും ഇങ്ങനൊരു ദേവി ഉണ്ടായിരുന്നു, ഇഷ്താർ ദേവി ഉണ്ടായിരുന്നു. പുഷ്കലതയുടെയും സെക്സിന്റെയും ലൈംഗികതയും ദേവി ഉണ്ടായിരുന്നു. പക്ഷേ 629 ബാബിലോണിയക്കാരെ പേർഷ്യൻ സാമ്രാജ്യം ആക്രമിച്ചു. സൈറസ് എന്ന് പറഞ്ഞ പേർഷ്യൻ രാജാവ് 539 BC 539 ബാബിലോണിയക്കാരെ അസീറിയക്കാരെ ആക്രമിച്ചത്, ബാബിലോണിയക്കാരെ ആക്രമിച്ചത് 629. അത് കഴിഞ്ഞ് ഒരു 1.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പേർഷ്യക്കാര് ബാബിലോൺകാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, അങ്ങനെ നിരപ്പാക്കി. നമുക്ക് ബൈബിളിൽ അറിയാം സൈറസിനെ കുറിച്ചൊക്കെ. യെശയ്യാ പ്രവാചകനും യെരമ്യ പ്രവാചകനും എസെക്കിയേൽ പ്രവാചകനും ഒക്കെ ധാരാളം പറയുന്നുണ്ട്. ഈ സൈറസ് ആണ് യഹൂദന്മാർക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം, ബാബിലോണിയൻ തിരിച്ചു പോകാം, യഹൂദ നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള കൽപ്പനയൊക്കെ ഇട്ടത് BC 537. ഈ 539 പേർഷ്യൻ സാമ്രാജ്യം കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ പേർഷ്യൻ ദേവന്മാരെ മുഴുവൻ മ്യൂസിയങ്ങളിലാക്കി മാറ്റി. പേർഷ്യക്കാർക്ക് ഇഷ്താർ എന്ന് പറയുന്ന ഒരു ദേവി ഉണ്ടായതായിട്ട് ഇതുവരെ ചരിത്രരേഖകളില്ല. സുമേരിയക്കാർക്ക് ഇനാന്ന എന്നൊരു ദേവി ഉണ്ടായിരുന്നു. അസീറിയക്കാർക്കും ബാബിലോണിയക്കാർക്കും ഇഷ്താർ എന്ന ദേവി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്താർ ദേവിയുടെ പ്രാധാന്യമെല്ലാം BC 539 യുദ്ധത്തോടെ അവസാനിച്ചു. പേർഷ്യക്കാര് ബാബിലോണിയക്കാരെ കീഴ്പ്പെടുത്തി. ബാബിലോണിയക്കാർ അതിനു മുമ്പ് അസീറിയക്കാരെ കീഴ്പ്പെടുത്തിയിരുന്നു. പേർഷ്യക്കാർക്ക് ഇന്ന് വരെ നമ്മുടെ അറിവനുസരിച്ച് ഇഷ്താർ എന്ന പേരിലൊരു ദേവി ഉണ്ടായിട്ടില്ല. പേർഷ്യക്കാരുടെ സാമ്രാജ്യം കഴിഞ്ഞു ഗ്രീക്ക്, മഹാനായ അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം 4-ാം നൂറ്റാണ്ടിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നതാണ് റോമാ സാമ്രാജ്യം. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിലോ റോമാ സാമ്രാജ്യത്തിലോ ഇഷ്താർ എന്ന് പറയുന്ന ഒരു ദേവി ഉള്ളതായിട്ട് ഇതുവരെ നമുക്ക് തെളിവ് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? BC 539 ഈ ഇഷ്താർ ദേവിയെക്കുറിച്ചുള്ള ആ ആചാരങ്ങളുണ്ടായിരുന്ന ജനത തന്നെ ഇല്ലാണ്ടായി. മ്യൂസിയങ്ങളിൽ മാത്രമായിട്ട് ഇഷ്താർ ദേവി മാറിക്കഴിഞ്ഞു. പേർഷ്യക്കാർ ആ ദേവിയെ ആരാധിച്ചിരുന്നില്ല, റോമാക്കാരില്ല, അതിനുമുമ്പ് ഗ്രീക്കുകാരില്ല. അപ്പോൾ പേർഷ്യക്കാരില്ല, ഗ്രീക്കുകാരില്ല, റോമാക്കാരില്ല. അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ന് പറയുന്നത് ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിലാണ്. BC 6-ാം നൂറ്റാണ്ടിൽ നിന്നുപോയൊരു ദേവി, അന്യം നിന്നുപോയൊരു ദേവി, അന്യം നിന്നുപോയ ക്ഷേത്രം, അന്യം നിന്നുപോയ എല്ലാം 800 വർഷം കഴിഞ്ഞിട്ട് 600-ഉം
400 1000 വർഷം കഴിഞ്ഞിട്ട് അസ്തിത്വത്തിൽ ഇല്ലാത്തൊരു ദേവിയുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് വല്ല വട്ടുണ്ടായിരുന്നോ? തീർന്നില്ല. ഈ നിന്ന് പോയ, അതായത് ബീഡ് പറയുന്നതും ഈ ആംഗ്ലോ സാക്സൺ പാരമ്പര്യം ഉസ്ത്ര അല്ലെങ്കിൽ ഇസ്ത്ര ദേവിയെ കുറിച്ച് പറയുന്നത് 7-ാം നൂറ്റാണ്ടിലല്ലേ? 8-ാം നൂറ്റാണ്ടിലാണ്. ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിൽ. BC-യിൽ, ക്രിസ്തുവിന് മുൻപ് BC-യിൽ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് പോയൊരു ദേവിയെ, ഇഷ്താർ ദേവിയെ, ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിൽ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവിയുമായിട്ട് ഇങ്ങനെ ഒന്നാക്കാൻ, അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ എന്ത് തെളിവാണ് ഇവരുടെ കയ്യിലുള്ളത്? ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ ആവർത്തിക്കുന്നതിന്റെ കാര്യം നമുക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവിയെക്കുറിച്ചുള്ള ഈ ഇംഗ്ലണ്ടിലെ പാരമ്പര്യം ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിൽ. ഇനി അതിന് മുമ്പാണെങ്കിൽ ആംഗ്ലോ സാക്സൺ കുടിയേറ്റം നടക്കുന്നത് ക്രിസ്തുവർഷം 5, 6, 7 നൂറ്റാണ്ടുകളിലാണ്. ഏറ്റവും ആദ്യത്തെ കുടിയേറ്റം തന്നെ നോക്കുക, 5-ാം നൂറ്റാണ്ട് വിചാരിക്കുക. ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ട്. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ അന്യം നിന്ന് പോയ ഒരു ദേവിയാണ് ഇഷ്താർ ദേവി. അസീറിയക്കാരുടെയും ബാബിലോണിയക്കാരുടെയും ദേവി. പേർഷ്യക്കാർ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ ദേവി തന്നെ അപ്രത്യക്ഷമായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, പേർഷ്യ സാമ്രാജ്യത്തിൽ ഇഷ്താർ ദേവി ആരാധിച്ചിരുന്ന തെളിവ് കിട്ടിയിട്ടില്ല. ഗ്രീക്കുകാർ ആരാധിച്ച തെളിവ് കിട്ടിയിട്ടില്ല. റോമാക്കാർ ആരാധിച്ച തെളിവ് കിട്ടിയിട്ടില്ല. അവർക്ക് അവരുടേതായ ദേവിമാരുണ്ടായിരുന്നിരിക്കാം, പുഷ്കലതയ്ക്കും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇഷ്താർ ദേവി ആരാധിച്ചതായി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ BC 6-ാം നൂറ്റാണ്ടിൽ അന്യം നിന്ന് പോയൊരു ദേവി ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിൽ, അപ്പോൾ 6, 5, 11 വർഷം, അതായത് 1100 വർഷം. 1100 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവി തന്നെയാണ് ഇഷ്താർ ദേവി എന്ന് പറയാൻ, അവർ ഒന്നാണെന്ന് പറയാൻ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കൊക്കെ എവിടെന്ന തെളിവ്? ബാബിലോണിക്കാരുടെയും അസീറിയക്കാരുടെയും ഇഷ്താർ ദേവിയാണ് ഈ ജർമ്മനിയിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര ദേവി എന്ന് പറയാൻ എന്ത് തെളിവാണ് ഇവരുടെ കയ്യിലുള്ളത്? ഒരു തെളിവെങ്കിലും ഹാജരാക്കാനുണ്ടോ? ഒരു തെളിവെങ്കിലും? വെറുതെ പറഞ്ഞാൽ മതിയാ? തെളിവ് വേണ്ടേ? ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഞാനൊരു കാര്യം, നമ്മുടെ പണ്ഡിതന്മാർക്ക് പോലും ഒരു പ്രശ്നമുണ്ട്. എറണാകുളത്ത് ഒരു വർഷങ്ങളായിട്ട് എനിക്ക് എൻ്റെ മുമ്പിലേക്ക് എത്തിയത് 2 കൊല്ലം മുമ്പാണ്. ഞാനതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. അതായത് ഞായറാഴ്ച എന്ന് വെച്ചാൽ സൂര്യൻ്റെ ദിനമാണ്. സൂര്യൻ്റെ ദിനത്തിലേക്ക്, അതായത് സൂര്യനെ ആരാധിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സൂര്യാരാധന നടപ്പാക്കാൻ വേണ്ടി ശനിയാഴ്ചത്തെ സാബത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റി. ഇങ്ങനെയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വളരെ മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ ബിബ്ലിയ അക്കാദമി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. നമ്മൾ ഈ സമൂഹ മാധ്യമം നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയത്, ഇദ്ദേഹം അച്ഛന്മാരെ പഠിപ്പിച്ചിരുന്നു, അൽമാരെ പഠിപ്പിച്ചിരുന്നു. അവർക്ക് ആർക്കും ഒന്ന് എഴുന്നേറ്റെന്ന് ചോദിക്കാൻ തോന്നിയില്ല, അച്ഛൻ അത് പറഞ്ഞ് ശരിയല്ലല്ലോ. കാരണം ക്രിസ്തുവർഷം 63 എഴുതിയ നടപടി ഗ്രന്ഥത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസം, ഞായറാഴ്ച എഴുതിയിട്ടില്ല, ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അപ്പം മുറിക്കാനും പ്രാർത്ഥിക്കാനും കുർബാന അർപ്പിക്കാനുമായിട്ട് ആദിമസഭ സമ്മേളിച്ചിരുന്ന് എഴുതിയിട്ടില്ലേ? ക്രിസ്തുവർഷം 63 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിലല്ലേ? തീർന്നില്ല. ക്രിസ്തുവർഷം 56 എഴുതിയ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ പൗലോസ് 16-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ചും അന്ന് പണം കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചും എഴുതിയിട്ടില്ലേ? തീർന്നില്ല. വെളിപാട് ഗ്രന്ഥം അത് നീറോ ചക്രവർത്തിയുടെ കാലത്താണ് എഴുതിയെന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡൊമീഷ്യൻ ചക്രവർത്തി, ഏതാണെങ്കിലും 60-കളിലോ 90-കളിലോ എഴുതപ്പെട്ട വെളിപാട് ഗ്രന്ഥത്തിൽ 1:10 കർത്താവിൻ്റെ ദിവസം, സാബത്ത് എന്നല്ല പറയണേ, കർത്താവിൻ്റെ ദിവസം, അതായത് കർത്താവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ദിവസം, ഉത്ഥിതനായ കർത്താവുമായി കൂടിക്കാഴ്ച നടത്തിയ ദിവസം. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം വായിച്ചു നോക്കുക. സ്ത്രീകൾ ഉത്ഥാനത്തിൻ്റെ അന്ന് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, അവൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചു. കുറച്ച് മുമ്പ് മറ്റു സ്ത്രീകളൊക്കെ വിട്ടു, മഗ്ദലമറിയം വിട്ടില്ല. അപ്പം മഗ്ദലമറിയത്തിന്റെ കർത്താവ് പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. അത് എഴുതിയിരിക്കും യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം. അന്ന് തന്നെ കർത്താവ് ഉത്ഥാനത്തിന് അന്ന് തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്നില്ലാതിരുന്ന ആൾക്ക് 8-ാം ദിവസം തോമസിന് പ്രത്യക്ഷപ്പെട്ടു. അതിനു മുമ്പ് പൗലോസ് പറയുന്നുണ്ട് കേഫാസിനും പിന്നെ യാക്കോബിനൊക്കെ പ്രത്യക്ഷപ്പെട്ട കാര്യം.
ആ പ്രത്യക്ഷപ്പെട്ട സംഭവം പ്രത്യക്ഷപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്, അതെപ്പോഴെന്നുള്ള കാര്യം എഴുതിയിട്ടില്ല. അപ്പോൾ ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. അത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്, കർത്താവ് ഉത്ഥാനം ചെയ്ത അന്ന്. അപ്പൊ കർത്താവ് തന്നെയല്ലേ ശനിയാഴ്ചത്തെ സാബത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റിയത്? അത് ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ച ആയതുകൊണ്ടല്ലേ? ഇപ്പോഴും നമ്മുടെ ചില മെത്രാന്മാര് ഈ അന്ത്യത്താഴത്തിൽ കർത്താവ് ഇങ്ങനെ അവർ കാണുകയും അപ്പോൾ എടുത്ത് ഉയർത്തിയതാണ് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നു. അതേ മെത്രാന്മാർ തന്നെ കുർബാനയുടെ അവസാനത്തിൽ ഇങ്ങനെ ചൊല്ലുന്നില്ലേ, വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി എന്ന്. കബറിടം 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 അന്ത്യത്താഴത്തിലെ മേശ എന്നല്ല. മെത്രാന്മാർ കുർബാന ചൊല്ലുമ്പോൾ വാക്കുകളൊന്ന് അറിഞ്ഞു ചൊല്ലുക, എന്നിട്ട് പ്രസംഗിക്കുമ്പോൾ അറിയില്ലെങ്കിൽ എഴുതി വായിക്കണം. വെറുതെ വായ തൊന്നത് മെത്രാന്മാർ വായിക്കുക, പറയുക, എന്നിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൺഫ്യൂഷൻ ഉണ്ടാകുക. അറിയില്ലെങ്കിൽ പഠിക്കണം. ഇനി അങ്ങനെ പറയാൻ അറിയില്ലെങ്കിൽ എഴുതി വായിക്കണം. പ്രത്യേകിച്ചും അധികാര സ്ഥാനത്തിരിക്കുന്നവർ തോന്നിയ പോലെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഭാവന അനുസരിച്ചൊന്നും വ്യാഖ്യാനിക്കരുത്. എന്നിട്ട് ഓരോ വ്യാഖ്യാനങ്ങളും കഴിയുമ്പം നമുക്കിങ്ങനെ അവർ അയച്ചു തരാണ്, അച്ചോ ആ മെത്ര ഇങ്ങനെ പറഞ്ഞു, ഈ മെത്രാൻ ഇങ്ങനെ പറഞ്ഞു. മെത്രാന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെല്ലാവരും റെക്കോർഡ് ചെയ്ത് നിങ്ങൾ വായന ഒരു തെറ്റ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങേറ്റം സൂക്ഷിക്കണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ബൈബിളിലും കത്തോലിക്ക സഭയിലെ മതബോധനത്തിലും പിന്നെ സഭാപിതാക്കന്മാരിലും തെളിവുണ്ടോ എന്ന് ഹാജരാക്കണം. അല്ലാതെ വെറുതെ തോന്നിയ പോലെ പറയാൻ പാടില്ല. ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇത് ഈ എറണാകുളത്ത് സംഭവിച്ച കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, സൂര്യാരാധന ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞായറാഴ്ചയിലേക്ക് മാറ്റിയത്. ബൈബിളിൽ ഒരു സ്ഥലത്ത് ഞായറാഴ്ച എന്ന് എഴുതിയിട്ടില്ല, സൂര്യന്റെ ദിനം എന്ന് എഴുതിയിട്ടില്ല. ആഴ്ചയുടെ ആദ്യ ദിവസം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സാബത്തിന്റെ ഉടയവനാണ്, കർത്താവാണെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അതായത് ശനിയാഴ്ചത്തെ സാബത്ത് ഈ ആഴ്ചയുടെ ആദ്യ ദിവസത്തിലേക്ക്, ആഴ്ചയുടെ അവസാനത്തെ ദിവസം ആചരിച്ചിരുന്നത് ആദ്യത്തെ ദിവസത്തിലേക്ക് മാറ്റാൻ, ആഴ്ചയുടെ ആദ്യത്തെ ദിവസത്തിൽ മാറ്റാൻ അധികാരമുള്ള ഉടയവനാണ് ഞാൻ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ഈ കാര്യത്തിന് വേണ്ടിയാ. അത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് പുതിയ ഉടമ്പടിയുടെ ആഘോഷം ഉണ്ടാകുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ്, അതങ്ങനെ സ്ഥാപിക്കാൻ കർത്താവ് ആഗ്രഹിച്ചത് കൊണ്ടാണ് അത് സ്ഥാപിക്കുന്നതിന് മുമ്പേ പറഞ്ഞത്, അത് സ്ഥാപിക്കാൻ എനിക്ക് അധികാരമുണ്ട്, ഞാൻ സാബത്തിന്റെ ഉടയവനാണ്. ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടെങ്കിലും നടപടി ഗ്രന്ഥം 20:7, 1 കൊരിന്തോസ് 16:20, പിന്നെ വെളിപാട് 1:10 ഇത്രയും തെളിവുകൾ, 1-ാം നൂറ്റാണ്ട് തെളിവുകൾ ഉണ്ടായിട്ടും ഈ പണ്ഡിതന്മാർ അതൊന്നും പരിശോധിക്കാതെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിൽ ആരോപിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും. എന്നിട്ട് അവർ വല്ല തെളിവ് ഹാജരാക്കിയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തെളിവുകളൊന്നും. വെറുതെ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ രേഖ ഹാജരാക്കൂ ഇതിനൊക്കെ. ഇതേ പ്രശ്നം തന്നെയാണ് ഈ ഇസ്ത്ര അല്ലെങ്കിൽ ഉസ്ത്ര എന്ന് പറയുന്ന ദേവി, ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ എത്തി എന്ന് പറയുന്ന തെളിവുകളില്ലാത്ത ദേവി. ആ ദേവി തന്നെയാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് അന്യം നിന്ന് പോയ അസീറിയയിലെയും ബാബിലോണിയയിലും ഇഷ്താർ ദേവി എന്ന് പറയാൻ എന്ത് തെളിവുകളാണ് യുക്തിവാദികളെ, നിരീശ്വരന്മാരെ, കത്തോലിക്ക സഭ എതിർക്കുന്നവരെ നിങ്ങൾ ഹാജരാക്കുന്നത്? ഒരു തെളിവ് ഹാജരാക്കൂ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു സംഗതി ഉണ്ടായി. വേറെ ന്യായം പറയാണ്. പഴയ ആംഗലേയ ഭാഷയിൽ ഇസ്ത്രീ എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇസ്ത്രീ ഉച്ചാരണം, പക്ഷെ സ്പെല്ലിങ് EASTRE, ഇസ്ത്രീ എന്നാണ് ഉച്ചരിക്കുക. EASTRE, ഇസ്ത്രീ ഒരു വാക്കുണ്ട്. ആ വാക്കിനർത്ഥം ഉദയം എന്നാണ്. ഉദയം, പ്രഭാതം, ഉദയം. അപ്പോൾ അവർ പറയാണ് അത് ഉദയത്തിന്റെ ദേവതയാണ്. ഈ സ്ത്രീ ഉദയത്തിന്റെ ദേവതയാണ്. ഈ ഉദയം എന്ന് പറയുന്നത് വസന്തകാലമായിരിക്കാം. വസന്തകാലത്തിന്റെ ഉദയം, വസന്തകാലത്തിന്റെ ഉദയത്തിന്റെ ദേവതയാണ്. ഈ വാക്കിൽ നിന്നാണ് ഈസ്റ്റർ വരുന്നത് എന്നാണ് ഇവർ പറയണേ. ആയിരിക്കാം, വസന്തകാലവുമായിട്ട് ഈസ്റ്ററിന് ബന്ധമുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ ദേവിയുള്ളതായിട്ട് നമുക്കറിയില്ല. ഇസ്ത്രീ എന്ന വാക്കിന് ഉദയം എന്ന അർത്ഥമുണ്ട്. അത് വസന്തകാലത്തിന് ഉദയമായിരിക്കാം. പക്ഷേ ഇസ്ത്രീ എന്ന പേരിൽ ദേവിയുള്ളതായിട്ട് നമുക്കറിയില്ല. വസന്തകാലത്തിന്റെ ഉദയം അത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അത് നല്ലതാണ്. കാരണം വസന്തകാലം ആരംഭിക്കുമ്പോഴാണ് ഉയർപ്പ് ഞായർ, വസന്തകാലത്തിന്റെ ആരംഭം. അപ്പൊ ഇസ്ത്രീ എന്ന വാക്കിന് ഉദയം എന്ന അർത്ഥമുണ്ട്. അത് വസന്തകാലത്തിന് ഉദയത്തെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്, തെറ്റില്ല.
അപ്പോൾ ഈസ്റ്റർ എന്ന വാക്ക് ചിലപ്പോൾ ഇസ്ത്രീ എന്ന് വരാം, പക്ഷെ ഇസ്ത്രീ എന്ന പേരിൽ ഒരു ദേവിയുള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അവരുടെ ആർഗ്യുമെന്റ് ദേവിയുടെ ആചരണമാണെന്നുള്ള ആർഗ്യുമെന്റും പൊളിഞ്ഞുപോയി. ഇസ്ത്രീ എന്ന വാക്കിന് ഉദയം എന്ന അർത്ഥമുണ്ട്. അത് എന്തിന്റെ ഉദയമാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരു പക്ഷെ വസന്തകാലത്തിന് ഉദയമായിരിക്കാം. വസന്തകാലത്തിന് ഉദയമാണെങ്കിൽ അതിന് പാശ്ചാത്യ ലോകത്ത് അതിനൊരു അർത്ഥമുണ്ട്. എന്താണ്? വസന്തകാലം ആരംഭിക്കുന്നത് ഏതാണ്ട് ഈ സമയത്താണ്. കർത്താവിന്റെ ഉത്ഥാനം തുടങ്ങുന്ന ആ ദിവസങ്ങളിൽ അടുപ്പിച്ചാണ് വസന്തകാലം ആരംഭിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ വസന്തകാലം അപ്പോഴല്ലല്ലോ, നമുക്കിപ്പോൾ വേനൽക്കാലമാണ്. ചൂടെത്ര 40 42 വസന്തകാലം അല്ലല്ലോ, സ്പ്രിംഗ് അല്ലല്ലോ നമുക്ക്. അപ്പം നമ്മൾ കേരളത്തിൽ ഈസ്റ്റർ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ വസന്തകാലത്തിൻ്റെ ഉദയം എന്ന് പറയുന്നതിന് ഒരു 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 പോരായ്മയുണ്ട്. ഇനി അതിൻ്റെ പോരായ്മ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പറഞ്ഞു തരാം. അത് ഇത്തിരി കഴിയട്ടെ. വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഈ ഇസ്ത്രീ എന്ന ആംഗലേയം, പഴയ ആംഗലേയം എന്ന് പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിലെ ഈ ഇസ്ത്രീ എന്ന വാക്ക്, ആ പഴയ ഇംഗ്ലീഷ് ഭാഷയിലെ ഇസ്ത്രീ എന്ന വാക്കും BC 8-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിൽ 9-ാം നൂറ്റാണ്ടിലെയും 8-ാം നൂറ്റാണ്ടിലെയും 7-ാം നൂറ്റാണ്ടിലെയും അസീറിയ ബാബിലോണിയൻ നാടുമായിട്ട് എന്ത് ബന്ധമുള്ളതിന്? ക്രിസ്തുവർഷം 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ പഴയ 8-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ പഴയ ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കാണ് ഇസ്ത്രീ. ആ ഇസ്ത്രീ ഇഷ്താർ, അതായത് അതിനു മുമ്പ് ഒരു എത്ര നോക്കുക, ഒരു 8-16 1600 അല്ലെങ്കിൽ 1700 വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു നാട്ടില്, അസീറിയ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇറാൻ, ബാബിലോണിയ ഇപ്പോഴത്തെ ഇറാഖ്, ആ നാട്ടിലെ ഇഷ്താർ ദേവിയും ഈ പഴയ ഇംഗ്ലീഷ് ഭാഷയിലെ ഇസ്ത്രീ എന്ന വാക്ക് തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധം കാണിച്ചു തരൂ. ഇതിനൊരു ബന്ധം കാണിച്ചു തരൂ. ചുരുക്കത്തിൽ ക്രിസ്തുവർഷം, ഞാൻ ആവർത്തിക്കുകയാണ്, ക്രിസ്തുവർഷം 5-7 നൂറ്റാണ്ടുകളിൽ ജർമ്മനിയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കുടിയേറിയ കൊണ്ടുവന്ന ആംഗ്ലോ സാക്സൺ ഭാഷയാണ് ഇംഗ്ലീഷ്. അതിൽ പഴയ ഇംഗ്ലീഷ് ഉണ്ട്. പഴയ ഇംഗ്ലീഷ് ഇപ്പോൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കുക പോലും ഇല്ല സ്പെല്ലിങ്. പിന്നെ അതിൽ നിന്ന് പുതിയ ഇംഗ്ലീഷ് വന്നു. ഇതൊക്കെ ഈ ക്രിസ്തുവിന് ശേഷം 7-ാം നൂറ്റാണ്ടിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. അത് ക്രിസ്തുവർഷത്തിന് മുമ്പ് 900 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 800 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 700 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു പാരമ്പര്യം, അത് മണ്ണിൽ നിന്ന് പോയ ഒരു പാരമ്പര്യമായിട്ട് ബന്ധിപ്പിക്കാൻ എന്തെങ്കിലും തെളിവുകൾ വേണ്ടേ? ഇതുവരെ തെളിവും ഇവർ ഹാജരാക്കിയിട്ടില്ല. ഇവിടുന്ന് ചില വാക്കുകളൊക്കെ, ഇപ്പം നമ്മൾ ബൈബിളിൽ ദൽ എന്ന വാക്കുണ്ട്, ദൽ, ദരിദ്രർ എന്നർത്ഥം. അതിൽ നിന്നാണ് നമ്മുടെ ദളിതർ എന്ന വാക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞാലോ? ഹീബ്രുവിൽ ദൽ എന്ന വാക്കിൽ, അതിൽ നിന്നാണ് നമ്മുടെ ദരിദ്രർ എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് ദളിതർ എന്ന വാക്ക് ഉണ്ടാകണമെന്ന് ഒരാൾ പറഞ്ഞു വിചാരിക്കുക. അത് അങ്ങനെ പറഞ്ഞാൽ തെളിയിക്കാനുള്ള തെളിവുകൾ ഹാജരാക്കണ്ടേ? വെറുതെ പറഞ്ഞാൽ മതിയോ? അതുപോലെ തന്നെ ഒരു സംഗതിയാണ് ഇപ്പം നമ്മുടെ ഈ ക്രിസ്മസിന് സാന്താക്ലോസ് ഒരു കൊക്കക്കോളയുടെ പരസ്യമാണ്. വാസ്തവത്തിൽ അതാണിപ്പോൾ നമ്മൾക്ക് മനസ്സിലായിരിക്കുന്നത്. അതല്ലല്ലോ ശരിക്ക്. എന്താ സംഭവിക്കുന്നത്? നമ്മൾ വാലന്റൈൻസ് ഡേ, വാലന്റൈൻ എന്ന് പറയുന്ന മെത്രാൻ, അദ്ദേഹത്തിൻ്റെ രൂപം. അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് വിലക്കിയ രാജാവിനെതിരെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് വീടായി പോയി അങ്ങനെ നടന്ന ഒരു മനുഷ്യൻ. ആ വാലന്റൈൻ്റെ മെത്രാന്റെ രൂപമാണ്. ആ രൂപത്തെ അടിസ്ഥാനമാക്കി ഏതോ പരസ്യ കമ്പനിക്കാരൻ കൊക്കക്കോള കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് സാന്താക്ലോസ്. നമ്മൾ സാന്താക്ലോസിനെ അല്ല എടുക്കേണ്ടത്, അതൊരു പരസ്യമാണ്. വാലന്റൈൻ ഈ യൂറോപ്പിലൊക്കെ ക്രിസ്മസിന് അതായത് ആഗമനകാലം തുടങ്ങുമ്പോൾ ഈ വിശുദ്ധ വാലന്റൈൻ്റെ വേഷം ധരിച്ചിട്ടാണ് മിഠായും അങ്ങനെ മറ്റ് പരിപാടികളുമായിട്ട് വീടുകളിൽ പോകുന്നത്. സാന്താക്ലോസ് അല്ല, വിശുദ്ധ വാലന്റൈൻ. പക്ഷെ നമുക്ക് ഈ വിശുദ്ധ പാരമ്പര്യം അറിയില്ല. നമുക്കറിയാവുന്നത് കൊക്കക്കോള പരസ്യമാണ്. ഇതൊരു വ്യാപാരം. അത് തന്നെയാണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്. ഈ ആരെങ്കിലും ഒരു പരസ്യവാചകമോ ഒരു കമ്പനിയോ വ്യാപാരത്തിന് വേണ്ടി ഉണ്ടാക്കുന്നത് അത് വിശുദ്ധ പാരമ്പര്യം ഓവർടേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. അതിന് പ്രതിരോധിക്കാനായിട്ട് നമുക്ക് അറിവില്ലാതെ പോവുകയോ നമുക്ക് ജാഗ്രത ഇല്ലാതെ പോവുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഈസ്റ്റർ എന്ന വാക്ക് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടുകളിൽ മാത്രമാണത്. ഈസ്റ്റർ എന്ന വാക്ക് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിന് ഈസ്റ്റർ എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടുകളുണ്ട്. പക്ഷെ എല്ലാ നാട്ടിലും ഇംഗ്ലീഷ് അല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ മറ്റ് ഭാഷകൾ സംസാരിക്കുന്നിടത്തൊക്കെ ഹീബ്രുവിലെ പെസാഹ് എന്നാണ്. പെസാഹ്
ഗ്രീക്കിൽ പാസ്ക. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് മറ്റെല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളൊഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത് ഈസ്റ്റർ എന്ന വാക്കല്ല. പെസാഹ് എന്ന് പറയുന്ന ഹീബ്രു വാക്ക് പെസാഹ്, അതിൻ്റെ ഗ്രീക്ക് പാസ്ക. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഹീബ്രുവിൽ പെസാഹ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗ്രീക്ക് പാസ്ക അതും പറഞ്ഞു. ലത്തീനിൽ പാസ്ഹേ. ലത്തീനിൽ ഈ ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്ന് വരുന്ന പാസ്ഹേ എന്നാണ്. ഇറ്റാലിയനിൽ പാസ്ക്വ. ഫ്രഞ്ച് പാക്ക്. അതിൻ്റെ ഫ്രഞ്ച് PAQUES. അവസാനത്തത് ഉച്ചരിക്കില്ല. പാക്കസ് എന്നാണ് തോന്നുക, പക്ഷെ പാക്ക് എന്ന് ഉച്ചരിക്കുള്ളൂ. സ്പാനിഷിൽ പാസ്ക്വ. ചിലപ്പോൾ മുഴുവനായിട്ട് ഉപയോഗിക്കും. പാസ്ക്വ ദെ റെസുറക്സിയോൻ ഇല്ലേ, ദ പാസ് ഓവർ ഓഫ് ദ റെസുറക്ഷൻ, ദ പെസഹ ഓഫ് ദ റെസുറക്ഷൻ മുഴുവനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഷോർട്ട് ഫോം പാസ്ക്വ. പോർച്ചുഗീസ് പാസ്ക്വ. മുഴുവനായിട്ട് പറയുമ്പോൾ ദുമിംഗോ ദെ പാസ്ക്വ എന്ന് പറയും. ദ പെസഹ, ദ പാസ് ഓവർ ഓഫ് ദ ലോർഡ്. ഡച്ച് പാസൻ. അപ്പൊ നോക്കുക, പെസാഹ്, പാസ്ക, പാസ്ഹേ, പാസ്ക്വ, പാക്ക്, പാസ്ക്വ ദെ റിസുറക്സിയോൻ, പാസ്ക്വ, അതായത് ദുമിംഗോ ദെ പാസ്ക്വ, പാസൻ. പാസ്ക എന്ന വാക്കാണ്, അല്ലെങ്കിൽ പെസാഹ എന്ന വാക്കാണ്. പെസഹ, നമ്മൾ മലയാളത്തിൽ പെസഹ എന്ന വാക്കാണ് കർത്താവിൻ്റെ കടന്നുപോക്ക്. അത് പെസഹ വ്യാഴാഴ്ചയ്ക്ക് മാത്രമല്ല, ഇത് കടന്നുപോക്കാണ്. അവൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുകയാണ്. സ്വർഗത്തിലേക്ക് കടന്നുപോക്കാണ്. പെസാഹ എന്നുള്ള വാക്കാണ്, പാസ്ക എന്നുള്ള വാക്കാണ് മറ്റെല്ലാ ഭാഷകളും ഉപയോഗിക്കുന്നത്. ജർമ്മൻ ഭാഷയിൽ ഈ സാക്സോ ഇംഗ്ലീഷ് ആംഗ്ലോ സാക്സൺ ഭാഷ പറഞ്ഞല്ലോ, അതിലത്തെ വാക്കാണ് ഉപയോഗിക്കുന്നത് ഊസ്റ്റൺ. OSTERN, ഊസ്റ്റൺ. അതിൽ നിന്നാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്ത്രൊക്കെ വരുന്നത്. മലയാളത്തിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? മലയാളം ഈസ്റ്റർ എന്നല്ലല്ലോ, ഉയർപ്പ് തിരുനാൾ, അല്ലെങ്കിൽ നമ്മൾ തിരുവുത്ഥാന തിരുനാൾ, ശ്രീ എന്ന് പറയും, ശ്രീമതി, ശ്രീ. അത് തമിഴിലാവുമ്പോൾ ഇല്ലേ ട്രീ എന്നാവും ഇല്ലേ, തമിഴിൽ വരുമ്പോൾ ത്രീ. മലയാളത്തിൽ പോകുമ്പോൾ തിരുവനന്തപുരം. തൃശ്ശൂർക്കാർക്ക് തിരു എന്ന് പറയാനുള്ള അത്രയും സമയമില്ല, സ്പീഡ് കൂടുതലാണ്. അപ്പം വായിക്കി, തിരു എന്നുള്ളത് വായിക്കി. അപ്പോൾ തിരുവുത്ഥാനം, ഉത്ഥാനം ഉയർപ്പ്, തിരുവുത്ഥാനം. ശ്രീ എന്ന് പറഞ്ഞാൽ ഈശ്വരാംശം, ദൈവിക അംശമുള്ളത്, വിശുദ്ധമായത്. അതാണ് ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളത്, ഈശ്വരൻ്റെ അംശമുള്ളത്. അതാണ് ഐശ്വര്യം, ഈശ്വരൻ്റെ അംശമുള്ളത്. അപ്പോൾ ഈശ്വരാംശമുള്ള അന്ന് ചോദിച്ചാൽ വിശുദ്ധമായത് അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ഹോളി റെസറക്ഷൻ, തിരുവുത്ഥാനം, ഉയർപ്പ് തിരുനാൾ. അപ്പോൾ നമ്മൾ ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ വസന്തകാലത്തിന് ഉദയം. ആ വസന്തകാലം രണ്ട് തരത്തിലാകാം. ഒന്ന് ആധ്യാത്മികമായ വസന്തകാലം. ആ അർത്ഥത്തിൽ ഈസ്റ്റർ ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. കാരണം ഇഷ്താർ ദേവിയുമായിട്ടോ ഈസ്റ്ററിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഈസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈസ്റ്റർ എന്ന വാക്കിനർത്ഥം ഉദയം എന്നാണ്. ആ ഉദയം മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഈസ്റ്റർ എന്ന വാക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് ഇവിടെ ഉപയോഗിക്കുന്ന വസന്തകാലത്തിന് ഉദയം എന്ന അർത്ഥത്തിലാണെങ്കിൽ കേരളത്തിൽ അത് ഉപയോഗിക്കുന്നത് അത്ര യോജിപ്പില്ല. മാത്രമല്ല, അതിനേക്കാളൊക്കെ അർത്ഥം തുളുമ്പുന്ന വാക്കാണ് ഉയർപ്പ് തിരുനാൾ, അല്ലെങ്കിൽ തിരുവുത്ഥാനം, അല്ലെങ്കിൽ ഉത്ഥാനം ദിവസം. അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഈസ്റ്റർ എന്ന് പറഞ്ഞോട്ടെ, തെറ്റൊന്നുമില്ല. അതിന് ഉദയം എന്നർത്ഥം. അത് ആധ്യാത്മിക ഉദയമാകാം, മരിച്ചവരിൽ ഉദയമാകാം, വസന്തകാലത്തിന് ഉദയമാകാം. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വസന്തകാലമൊന്നും ഇല്ലാത്തത് കൊണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ ഈസ്റ്റർ ഉപയോഗിക്കാമെങ്കിലും മലയാളമല്ല അത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഭാഷകളിൽ നമുക്ക് കിട്ടിയെന്നാണ്. നമുക്ക് നമ്മുടേതായ വാക്ക് ഉപയോഗിക്കാം. ഈ മറ്റ് രാജ്യങ്ങളിലൊക്കെ അവർ വിശുദ്ധമായ വാക്ക് ഉപയോഗിക്കണേ, പെസാഹ്, പാസ്ക്വ. അവർ ആ വിശുദ്ധി കളഞ്ഞിട്ടില്ല. നമുക്കും വിശുദ്ധിയുള്ള വാക്കുണ്ട്, ഉയർപ്പ് തിരുനാൾ അല്ലെങ്കിൽ തിരുവുത്ഥാന ദിനം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. സുറിയാനി പാരമ്പര്യമുള്ളവർ ആ സുറിയാനിയിൽ ഉപയോഗിക്കുന്ന കെംദ എന്ന വാക്ക് അത് തന്നെ ഉപയോഗിച്ച് പഠിക്കണം. ഇവരൊക്കെ ഈ ഹീബ്രും ഗ്രീക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നമുക്ക് സുറിയാനി വാക്ക് ഉപയോഗിച്ച് പഠിക്കാം. അങ്ങനെ നമുക്ക് ഈ
ഒന്നാമത്തിൽ ഈസ്റ്റർ ഉപയോഗിക്കുന്ന യാതൊരു തെറ്റുമില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം എന്താണ്? ഇസ്ത്രാദേവിയുമായിട്ടോ ഉസ്ത്രാദേവിയുമായിട്ടോ ഇഷ്താർ ദേവിയുമായിട്ടോ നമ്മുടെ കർത്താവിന് ഈസ്റ്ററിന് യാതൊരു ബന്ധവുമില്ല. അതിനാൽ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ നല്ല വാക്കുകൾ നമുക്കുള്ളത് കൊണ്ടും ഈ ദിവ്യ രഹസ്യങ്ങളുമായി ചേർന്ന വാക്കുകൾ ഉള്ളത് കൊണ്ടും സമ്പന്നമായ ദൈവശാസ്ത്രപരം സമ്പന്നമായ വാക്കുകൾ ഉള്ളത് കൊണ്ടും സുറിയാനി പാരമ്പര്യമുള്ളവർ അത് ഉപയോഗിക്കണം, ലത്തീൻ പാരമ്പര്യമുള്ളവർ അത് ഉപയോഗിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ടും അത്തരം വാക്കുകൾ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. അത് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 98-ൽ നിന്ന് പോകുന്നതാണ് കേരളത്തിൽ നിന്ന്. പിന്നെ ഞാൻ വിവിധ സെമിനാറുകളിലൊക്കെ പഠിപ്പിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെറുപ്പത്തിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇവിടെ ഈ യൂറോപ്പിലൊക്കെ മുട്ടയും പിന്നെ ഈ മുയലിൻ്റെ രൂപമുള്ള കഴിക്കാൻ പറ്റുന്ന ബ്രെഡുമായിട്ടൊക്കെ പള്ളിയിൽ പോകും. എന്നിട്ട് അച്ഛന്മാർ അത് ആശീർവദിച്ച് കൊടുക്കും, എന്നിട്ട് കുട്ടികൾ കൊണ്ടുപോകും. ഇത് 17-ാം നൂറ്റാണ്ടിലാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇഷ്താർ ദേവിയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് 4-ാം നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണേ. 17-ാം നൂറ്റാണ്ടിലാണ് ഈ പാരമ്പര്യം തുടങ്ങിയത്. അത് അമേരിക്കയിലാണ് തുടങ്ങിയത്. അമേരിക്കയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ജർമ്മൻകാർ കൊണ്ടുപോയതാണ്. ജർമ്മനിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി പാർത്തവരാണ് ഈ മുട്ടയും പിന്നെ മുയൽ കുഞ്ഞുങ്ങളും, ബണ്ണി എന്ന് പറയും, ബണ്ണി മുയൽ കുഞ്ഞുങ്ങൾ, അതിൻ്റെ രൂപം ഉണ്ടാക്കി കൊണ്ടുപോകുകയാണ്. അമേരിക്കയിൽ എത്തിച്ചു. ഈ മുട്ടയും പിന്നെ മുയൽ കുഞ്ഞുങ്ങളും പുഷ്കലതയുടെയും ലൈംഗികതയുടെയും പ്രതീകമാണോ? ആയിരിക്കാം. പക്ഷേ അത് 17-ാം നൂറ്റാണ്ടിലാണ് തുടങ്ങിയത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിലാണ്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ സാന്താക്ലോസിന്റെ പാരമ്പര്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില, അതുപോലെ തന്നെ സൂര്യാരാധന ഇങ്ങനെ പറഞ്ഞ പാരമ്പര്യങ്ങൾ, ഇങ്ങനെ പറയുന്ന പാരമ്പര്യങ്ങളൊക്കെ അതിൻ്റെ അങ്ങനെ ചില സംഗതികൾ കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു പലഹാരമായിരിക്കാം. അത് പിന്നെ 17-ാം നൂറ്റാണ്ടിൽ അതൊരു ആചാരമായി. ഇപ്പോൾ അതാണ് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ വരുന്നത് മുട്ടയും ഈ മുയൽക്കുഞ്ഞുങ്ങളുമാണ്. മറ്റു കാര്യങ്ങൾ വിട്ടുപോവുകയാണ്. അത് ഈ സാന്താക്ലോസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചതാണ്. അതിൻ്റെ വേരുകൾ തേടി പോകുമ്പോൾ പുണ്യമായി കിടക്കുന്ന സംഗതികൾ ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, പരസ്യമായിരിക്കാം. അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനോ കളിക്കാനോ കൊടുത്തൊരു സംഗതി അത് ഓവർടേക്ക് ചെയ്യാണ് വിശുദ്ധ പാരമ്പര്യത്തെ. അത് സംഭവിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്, അല്ലാണ്ട് 4-ാം നൂറ്റാണ്ടിലല്ല. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ പറഞ്ഞൊരു കാര്യം കൂടി നിഷേധിക്കാൻ ഞാൻ ഒരുങ്ങാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ ക്രൈസ്തവവൽക്കരിച്ചിട്ടില്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ ക്രൈസ്തവവൽക്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇഷ്താർ ദേവിയുടെ ഉത്സവത്തെ ഈസ്റ്ററാക്കി മാറ്റിയിട്ടുമില്ല. അത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടുകളിൽ ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിന് ശേഷം സംഭവിച്ചതാണ്. ക്രിസ്തുവർഷം 8-ാം നൂറ്റാണ്ടിന് ശേഷം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 4-ാം നൂറ്റാണ്ടിലാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ മതമർദ്ദനം അവസാനിപ്പിക്കുകയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ചെയ്തത്. റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതമർദ്ദനം അവസാനിപ്പിച്ചു. 1. 2. ആര്യൻ പാഷാണം നിർത്തലാക്കാൻ വേണ്ടിയാണ് നിക്ക സൂനദോസ് വിളിച്ചത്. ആര്യൻ പാഷാണം നിർത്തലാക്കാൻ. പിന്നെ അക്കാലത്ത് ഉയർപ്പ് തിരുനാൾ പലയിടത്തും പല തീയതികളിലാണ് ആഘോഷിച്ചിരുന്നത്. അത് ഒരേ തീയതിയിലാക്കി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല ഉയർപ്പ് തിരുനാൾ ആരംഭിച്ചത്. ആദിമസഭയിലെ ഏറ്റവും ആദ്യം തുടങ്ങിയ കത്തോലിക്ക സഭയിലെ ഏറ്റവും ആദ്യം തുടങ്ങിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. അങ്ങനെ പലയിടത്തും പല തീയതികളിലാണ് ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചിരുന്നത്. അത് ഒരു തീയതിയിലേക്ക് ആക്കി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തെ ക്രൈസ്തവവൽക്കരിച്ചിട്ടില്ല. അദ്ദേഹം ഇഷ്താർ ദേവിയെ മാറ്റാൻ വേണ്ടി ഈസ്റ്ററാക്കി മാറ്റിയിട്ടില്ല. ആര്യൻ പാഷാണ്ഡത നിർത്തലാക്കാൻ വേണ്ടിയാണ് നിക്ക സൂനദോസ് വിളിച്ചത്. പിന്നെ ഈ ഉയർപ്പ് തിരുനാൾ പല സ്ഥലത്തും പല തീയതികളിൽ ആഘോഷിച്ചിരുന്നത് ഒരേ തീയതിയിലേക്ക് അദ്ദേഹം മാറ്റി. അതുകൊണ്ട് അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൽ ആരോപിച്ച് അദ്ദേഹത്തെ പാപിയാക്കരുത്. അപ്പൊ നമുക്ക് ഉപസംഹാരമായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇഷ്താർ എന്നാണ് ഉച്ചാരണം ദേവിയുടെ, ഈസ്റ്റർ എന്നല്ല. 2. ബാബിലോണുകാരുടെ ദേവിയുടെ ഉത്സവമായി ഈസ്റ്റർ ഒരിക്കലും കൊണ്ടാടിയിരുന്നില്ല. ബാബിലോണിയക്കാരുടെ ഇഷ്താർ ദേവിയുടെ ഉത്സവമായി ഈസ്റ്റർ ഒരിക്കലും കൊണ്ടാടിയിരുന്നില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അസീറിയക്കാരുടെയോ ബാബിലോണിക്കാരുടെയോ പുഷ്കലതയുടെയും ലൈംഗികതയുടെയും ദേവിയുടെ ഉത്സവമായി ഒരു ഘട്ടത്തിലും ഈസ്റ്റർ ആഘോഷിച്ചിരുന്നില്ല. ഏപ്രിൽ മാസത്തിനുള്ള പേരാണ് ഈസ്റ്റർ. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വസന്തകാലം എന്ന് വെച്ചാൽ വസന്തകാലം ആരംഭിക്കുന്നു, ഏപ്രിൽ മെയ് ജൂൺ, അതിനുള്ള പേരാണ് ഈസ്റ്റർ.
ഏപ്രിൽ മാസത്തിലുള്ള പേരാണ് ഈസ്റ്റർ. ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാടുകളിൽ മാത്രം വസന്തകാലത്ത് വരുന്ന ഉയർപ്പ് തിരുനാളിനെയും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ സൂചിപ്പിക്കാൻ ഈസ്റ്റർ എന്ന വാക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നാട് ഉപയോഗിക്കുകയായിരുന്നു. അത് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ വസന്തകാലം വെച്ചാൽ ഏപ്രിൽ മാസം മുഴുവൻ ഉയർപ്പ് തിരുനാളായതുകൊണ്ട് നമ്മൾ വണക്കമാസം എന്ന് പറയില്ല, മാതാവിൻ്റെ വണക്കമാസം, യൗസപിതാവിൻ്റെ വണക്കമാസം, തിരുവനന്തപുരത്തിൻ്റെ വണക്കമാസം എന്ന് പറയുന്ന പോലെ ഉയർപ്പ് തിരുനാളിൻ്റെ മാസം എന്ന അർത്ഥത്തിലാണ് ഈസ്റ്റർ ഉപയോഗിച്ചത്. ഈസ്റ്റർ എന്ന വാക്കിന് വസന്തകാലത്തിൻ്റെ ആരംഭം എന്നുള്ള ഏപ്രിൽ മാസം എന്നാണ് അർത്ഥം. 5-7 നൂറ്റാണ്ടുകളിൽ ജർമ്മനിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയവരാണ് അങ്ങനെ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. 5-ാം നൂറ്റാണ്ടിന് ശേഷം. കോൺസ്റ്റന്റൈൻ ജീവിച്ചിരുന്നത് 4-ാം നൂറ്റാണ്ടിലാണ്. മാത്രമല്ല അദ്ദേഹം ഇംഗ്ലണ്ടിലല്ലായിരുന്ന കാര്യം അറിയാലോ. അതിനാൽ യേശുവിനെ പ്രതിനിധാനം ചെയ്യാൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈസ്റ്റർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല. ഇഷ്താർ ദേവിയുടെ ഉത്സവമായിട്ട് ബന്ധപ്പെടുത്തിയും കോൺസ്റ്റന്റൈൻ വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല. മുട്ടയും മുതലൊക്കെ ഈ അടുത്ത കാലത്ത് 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലും പിന്നെ അമേരിക്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും പടർന്നതാണ്. അമേരിക്കയിലേക്ക് കൊണ്ടുചെന്നത് ജർമ്മനിക്കാരാണ്. അതും കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു സംഗതി ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചു. അതിനാൽ നമ്മൾ ഹാപ്പി ഈസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് അറിയുന്നത് നല്ലതാണ്. ഏപ്രിൽ മാസം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അതിന് ഉദയം എന്ന അർത്ഥമുണ്ട്, അല്ലെങ്കിൽ വസന്തകാലം എന്ന അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉദയം എന്നതിന് ആധ്യാത്മികാർത്ഥം ഉണ്ടാകാം, വസന്തകാലം എന്നതിന് ആധ്യാത്മികാർത്ഥം ഉണ്ടാകാം. വേനലും ഈ സീസൺ മാത്രമല്ല. എങ്കിലും സുറിയാനി പാരമ്പര്യമുള്ളവർ സുറിയാനി വാക്ക്, ലത്തീൻ പാരമ്പര്യമുള്ള ലത്തീൻ വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ആ വാക്കുകൾക്ക് രക്ഷാചരിത്രവുമായിട്ട് അഭേദ്യം ബന്ധമുള്ള, വിശുദ്ധ പാരമ്പര്യങ്ങളുമായിട്ട് ബന്ധമുള്ള, ബൈബിളുമായിട്ട് ബന്ധമുള്ള, തിരുവചനവുമായിട്ട് ബന്ധമുള്ള വാക്കുകളാണ്. ഉയർപ്പ് തിരുനാൾ, നമ്മുടെ കർത്താവിൻ്റെ തിരുവുത്ഥാന ദിവസം, അങ്ങനെയുള്ള വാക്കുകൾ ക്യംദ അല്ലെങ്കിൽ പാസ്ക, പെസാഹ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് കുറെ കൂടി നല്ലത്. നമ്മളിപ്പോൾ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്കത് കുറേയും കൂടിയും ആ വാക്കുകൾക്ക് വിശദീകരണം ആവശ്യമില്ല. ഈസ്റ്റർ നമുക്ക് വിശദീകരിക്കേണ്ടി വരും. ഈ വാക്കുകളാണെങ്കിൽ വിശദീകരിക്കേണ്ട. ഉയർപ്പ് തിരുനാളെന്ന് പറഞ്ഞാൽ മാത്രമല്ല അത് വലിയ സുവിശേഷ പ്രഘോഷണമാകും. അതിനാൽ അങ്ങനെയുള്ളൊരു സുവിശേഷ പ്രഘോഷണത്തിന് ഇന്ന് ഈ ഉയർപ്പ് തിരുനാൾ ദിവസം നമുക്ക് തുടക്കം കുറിക്കാം. ഒരു മാസ് ക്യാമ്പയിനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കണ്ടവരും കേട്ടവരും ഒക്കെ ഇത് പ്രചരിപ്പിക്കുക. ഞാൻ എൻ്റെ വീഡിയോ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതെല്ലാം പരിശോധിച്ച് നോക്കിക്കോളൂ. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഇതൊന്ന് പ്രചരിപ്പിച്ച് നമുക്ക് നമ്മുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം പറയട്ടെ. ഭാവി എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. ഭൂതകാലത്ത് ഇല്ലേ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്നും ജീവിക്കുന്നു, വർത്തമാനത്തിൽ ജീവിക്കുന്നു. ആ ഭൂതകാലം ഇല്ലേ, ആ പാരമ്പര്യമാണ് നമ്മുടെ ഭാവി. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ക്രിസ്ത്യാനികളുടെ ഭാവി എന്ന് പറയുന്നത് ഭൂതമാണ്, പാരമ്പര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കി അത് വീണ്ടെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ.